മുരളിയേട്ടൻ നമസ്കാരം. നമസ്കാരം. ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് മുരളിയേട്ടൻ ABC ഫ്ലോറിലൊന്ന് വരണമെന്ന്. പലതവണ ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്തോ കോളി കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ വന്നത് സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെ മുരളിയേട്ടൻ ഉൾപ്പെടുന്ന നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾ വിശദമാക്കാൻ ഏതാണ്ട് 33 രാജ്യങ്ങളിലേക്ക് അല്ലേ പോവുകയാണ്. 33 രാജ്യങ്ങൾ 59 പേരാണ് പോകുന്നത്. നിലവിലുള്ള എംപിമാരും മുൻ മന്ത്രിമാരായിട്ടുള്ള ചില ആളുകളും പ്ലസ് നമ്മുടെ നയതന്ത്ര പ്രതിനിധികളായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇതെല്ലാം ചേർന്നാണ് 59. അതെല്ലാം കൂടി ചേർന്ന്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അവരുടെ സ്വന്തം സംവിധാനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഇത്രയും പണം വ്യയം ചെയ്ത് ഇത്രയും ആളുകളെ ഈ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനാണ്? ഒന്നാമത്തെ കാര്യം, ഇതൊരു സ്പെഷ്യൽ സാഹചര്യമാണ്. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സമീപനങ്ങൾ വേണ്ടി വരും. നരേന്ദ്രമോദിജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടാണ് ഓരോ കാര്യത്തെയും അദ്ദേഹം സമീപിക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഓർമ്മ വരുന്നത്, നമ്മൾ 2019 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. ഓഗസ്റ്റ് 5-ാം തീയതി പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത 1.5 മാസത്തിനുള്ളിൽ UN രക്ഷാസമിതിയിലെയും UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയിലെയും എല്ലാ രാജ്യങ്ങളിലും ഡോക്ടർ ജയശങ്കർജിയും ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. അതിൻ്റെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ അവർ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രത്തലവൻ്റെ പ്രതിനിധിയായിട്ടാണ് അവിടെയുള്ളത്. പക്ഷെ അവർ ചെന്നിട്ട് അവിടുത്തെ രാഷ്ട്രത്തലവനെ കാണുന്നതും ഇന്ത്യയിൽ നിന്ന് ഒരാൾ നേരിട്ട് ചെല്ലുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്ക് തന്നെയുള്ള അനുഭവം, ഞാൻ എൻ്റെ റെഗുലർ റുട്ടീൻ യാത്രയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ പോലും അവിടുത്തെ മന്ത്രിമാർ അവരുടെ മീറ്റിങ്ങുകളിൽ പറഞ്ഞ്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ മന്ത്രി നമ്മളെ രാജ്യം സന്ദർശിക്കാൻ വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ അമേരിക്കക്ക് ഇന്ത്യയിൽ അംബാസിഡർ ഉണ്ട്, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യവും വാർത്താ പ്രാധാന്യവും ഒക്കെ ഈ അംബാസിഡർ ഇവിടെ ഡൽഹിയിലുള്ള അംബാസിഡർ ജയശങ്കർജിയെയോ മറ്റുള്ളവരെയോ ഒക്കെ കാണുന്നുണ്ട് റെഗുലറായിട്ട്, പക്ഷെ അതിന് ആ പ്രാധാന്യം കിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രാധാന്യം ഇത് നരേന്ദ്രമോദിജിയുടെ ഒരു പ്രത്യേക എഫർട്ടാണ്. ഇതിനു മുമ്പ് സമാനമായിട്ടുള്ളത് വേണമെങ്കിൽ പറയാവുന്നതാണ്. നരസിംഹറാവുജിയുടെ പീരീഡിൽ ഇന്ത്യ ഒരു സംഘത്തെ അയച്ച് അതിൻ്റെ നേതൃത്വം വഹിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയെ അയച്ചു. പാകിസ്ഥാൻ ഒരു ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ വശം അവതരിപ്പിക്കാം. മാത്രമല്ല, ഇതിൽ പലപ്പോഴും വെച്ചാൽ നയതന്ത്ര പ്രതിനിധി എത്രയൊക്കെ പറഞ്ഞാലും അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഈ പോകുന്നത് ഇന്ത്യയുടെ മുഴുവൻ ജനതയുടെ പ്രതിനിധിയാണ്, സർക്കാരിൻ്റെ അല്ല. അതുകൊണ്ടാണ് പാർലമെൻറ്റാണ് പോകുന്നത്. ഇതിൽ മന്ത്രിമാരാരുമില്ല, ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളാണ് പോകുന്നത്, പ്ലസ് കുറച്ച് മുൻ മന്ത്രിമാർ, കുറച്ച് ഡിപ്ലോമാറ്റ്സ്, അങ്ങനത്തെ ആൾക്കാർ വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ എഫർട്ടാണ്. ഈ എഫർട്ടിന് അന്ന് നമ്മൾ ഓഗസ്റ്റ് 5-ന്റെ 370-ാം വകുപ്പ് പിൻവലിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പല ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വരുന്നത്, ഈ ഐക്യരാഷ്ട്രസഭയുടെ 1267 കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. അതായത് 1999 ഐക്യരാഷ്ട്രസഭ ഈ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളെയും ഭീകരപ്രവർത്തനത്തിന് സഹായം കൊടുക്കുന്നവരെയും അവരുടെ മോണിറ്ററിങ്, അവർക്കെതിരായിട്ട് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ മുൻപാകെ നമ്മൾ ഈ TRF, ഇപ്പോഴത്തെ പെഹൽഗാമിൽ ഇതുണ്ടാക്കിയ ഭീകരപ്രവർത്തനം നടത്തിയ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ഫോഴ്സ്, അവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. കാരണം ലഷ്കർ-ഇ-തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് ഇവരെ തന്നെയാണല്ലോ TRF ആണ്. പക്ഷേ ഇതൊരു പുതിയ പേരാണ്. അപ്പോൾ TRFനെയും
ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നീക്കം, ആ നീക്കം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമാണോ ഈ യാത്ര? അതിന് പിന്തുണ നമുക്ക് കിട്ടണം. അപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ആൾക്കാരെ, രാജ്യങ്ങളുടെ പ്രതിനിധികളെ നമ്മൾ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല, ഇതൊരു നയതന്ത്ര പ്രതിനിധി ഒരു റുട്ടീൻ എഫേർട്ട് അല്ല, ഇതൊരു സ്പെഷ്യൽ എഫേർട്ടാണ് എന്നുള്ള ഇത് വരണമെങ്കിൽ അതിന് ഈ ഒരു ശ്രമം, ആ ശ്രമം ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രമം. പക്ഷെ പിന്നാലെ പാകിസ്ഥാനും പോകുന്നുണ്ട്. പാകിസ്ഥാൻ കാരണം എന്താ പറയുമോ, നമ്മൾ ആഗോളതലത്തിൽ പാകിസ്ഥാൻ പോകുന്നത് ഇന്ത്യ പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് നേരിട്ട് അറിയുന്ന ലോകത്തിലെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കാരെ, ഇപ്പം നമ്മളിപ്പോൾ പറയും അവിടെ ആ രാജ്യങ്ങൾ അവിടുത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയോട് വിവേചനം കാണിക്കുന്നു എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. പക്ഷേ പാകിസ്ഥാനികൾ കിട്ടുന്ന അല്ല ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത പാകിസ്ഥാനികൾക്ക് അവിടെ കിട്ടുന്നത്, മതമൊക്കെ ഒന്നാണെങ്കിൽ പോലും. അപ്പോൾ എനിക്കിത് മനസ്സിലായി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതിന് നമ്മളെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ടൂറിസം മേഖലയിൽ തന്നെയാണ്. നമ്മൾ അസർബൈജാനെയും തുർക്കിയെയും നമ്മളൊന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരുപാട് ദോഷമുണ്ടാകും. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അപ്രതീക്ഷിതമെന്ന് പറയാവുന്ന തരത്തിൽ വലിയ സഹായങ്ങൾ പാകിസ്ഥാന് കൊടുത്തു. അത് നമ്മുടെ ഒരു വിദേശ കാര്യത്തിലെ ഇടപെടലിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയുള്ള ഒരു ആഗോള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ 193 രാജ്യങ്ങളാണ് UN മെമ്പർഷിപ്പുള്ള രാജ്യങ്ങൾ. UN മെമ്പർഷിപ്പിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും വോട്ട് ഒന്നാണ്, ഏറ്റവും ദരിദ്രനും ഒരു വോട്ടാണ്. ഐക്യരാഷ്ട്രസഭയിലും അതാണ്. ഐക്യരാഷ്ട്രസഭയിൽ ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇനി നമ്മുടെ പസഫിക് ഐലൻഡ്സിൽ ന്യൂറോ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. 12,000 ജനങ്ങളെ ഉള്ളൂ അവിടെ. അവർക്ക് ഒരു വോട്ടുണ്ട്. അത് ഒരു നേഷൻ്റെ സ്റ്റേറ്റസ് ആണ്. അപ്പോൾ ഇതേപോലെ ഇവർക്ക് ഈ 193 പേരെ നമ്മൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിൽ ചില ആൾക്കാർ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. ചില ആൾക്കാർ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കും. ചില ആൾക്കാർ ചില വിഷയങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കും. ചില ആൾക്കാർ നമ്മളോടൊപ്പം നിൽക്കില്ലെങ്കിലും നമ്മളെ എതിർക്കില്ല. ഇങ്ങനെ പലതരത്തിലാണ് ഇതിൻ്റെ സാഹചര്യം. ഈ തുർക്കിയുടെ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുർക്കി ഇപ്പം ശ്രമിക്കുന്നത് ഇസ്ലാമിക ലോകത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി. പഴയ ഖലീഫേറ്റ് ഇത്രയും കാലം അത് ഒരർത്ഥത്തിൽ സൗദി അറേബ്യയിലായിരുന്നു. ആ സാഹചര്യം മാറിയത് ഈ അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് 370-ാം വകുപ്പ്, അതിനുശേഷം CAA, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസിൻ്റെ സമയത്ത് ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു എതിർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തിയൊരു ശ്രമം. ആ ശ്രമത്തിൽ തുർക്കിയാണ് ഏറ്റവും സജീവമായിട്ട് മുന്നോട്ട് വന്നത്. സൗദി അറേബ്യ വന്നില്ല. അങ്ങനെ ഇടയ്ക്ക് മലേഷ്യ കുറച്ചൊന്ന് ശ്രമിച്ചു, അതെ, ട്രൈ ചെയ്തു. പക്ഷെ ആ ഘട്ടത്തിൽ മാലിദ്വീപ്, അന്നത്തെ മാലിദ്വീപ് അന്ന് സെക്യൂരിറ്റി കൗൺസിലിൽ ഇതായിരുന്നു, നോൺ പെർമനന്റ് മെമ്പർ. അവർ എതിർത്തോണ്ട് അതുപോലെ OIC, സെക്യൂരിറ്റി കൗൺസിലില്ല, ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ആ OICയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകകണ്ഠമായിട്ടാണ് എല്ലാം പാസ്സാക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വരില്ല. അഭിപ്രായ വ്യത്യാസം അല്ല ഉണ്ടാവും, പക്ഷേ തീരുമാനത്തിൽ വരില്ല. വോട്ടിങ്ങിലൂടെ ഒരു കാര്യം തീരുമാനിക്കും. ആരെങ്കിലും ഒരാൾ ശക്തമായിട്ട് എതിർത്തു എന്നിരിക്കട്ടെ, പ്രമേയം പാസ്സാവില്ല. മാലദ്വീപ് പാസ്സാക്കി. പാകിസ്ഥാന്റെ പ്രതിനിധി ആ മീറ്റിങ്ങിൽ പറഞ്ഞ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കറിയില്ലായിരുന്നു മാലിദ്വീപ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വീറ്റോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുസ്ലിം രാജ്യമാണ് മാലദ്വീപ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടി വരും. തുർക്കിയും അസർബൈജാന്റെയും കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്നുള്ള നിലയിൽ ചെയ്യണം. അതേ സമയത്ത് നമുക്ക് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് എതിരായിട്ട് വരുമ്പോൾ നമ്മൾ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സഹായിക്കും. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സഹായിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു, നമ്മളാരുമായിട്ടും ശത്രുതയില്ല,
നമ്മൾ ഇന്ത്യയാണ് ലോകത്തിന്റെ സഹായത്തിനെത്തുന്ന രാജ്യം. അമേരിക്ക പോലും എത്തിയിട്ടില്ല ഈ കോവിഡിന്റെ സമയത്ത്. അതെ അതെ. അമേരിക്ക നോക്കിയാൽ ഞങ്ങളുടെ രാജ്യത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞങ്ങളുടെ പ്രധാനം. ബാക്കിയുള്ളവരൊക്കെ എന്ത് ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഇന്ത്യ അതല്ല. അതുകൊണ്ട് ലോകത്തിലെ പല ആളുകളും ഈ ഒരു സമയത്ത് മാത്രമല്ല, വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തുർക്കിയെ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാൻ നമ്മൾ വളരെ ധാരാളം സഹായം കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നു. താലിബാൻ വന്നപ്പോൾ ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് എന്താ വെച്ചാൽ, അഫ്ഗാൻ ജനതയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഞങ്ങൾ ദൃഢമായിട്ട് നിലനിർത്തും. അവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ നിലപാടുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോഴും അതാണ്. തുർക്കിയിലെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യക്കെതിരാണോ എന്ന് ഇപ്പം ഞാൻ പറയില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് ഇപ്പോഴും ഇന്ത്യ ധാരാളം സഹായം കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇന്ത്യ ജനതകൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ ഗവൺമെൻറ്റിൽ സാധാരണ നമ്മൾ അന്താരാഷ്ട്ര നയതന്ത്ര ഇതിൽ പറയുമ്പോൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ, ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻ, ട്രേഡ് റിലേഷൻ, ഡിപ്ലോമാറ്റിക് റിലേഷൻ. അപ്പോൾ എക്കണോമിക് റിലേഷൻ, സാമ്പത്തിക ബന്ധങ്ങൾ, ജനതകൾ തമ്മിലുള്ള ബന്ധം, ഈ ജനതകൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പാകിസ്ഥാനിൽ പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ധാരാളം ഒരുപാട് പേരുണ്ട്. മാത്രമല്ല പല പ്രവിശ്യകളിലും നമുക്ക് അനുകൂലമായി ആളുകൾ തെരുവിലിറങ്ങണം. അപ്പൊ നമ്മൾ അവരെ, അവിടുത്തെ ഗവൺമെന്റ് ഒരു ഇത് കാണിക്കുന്നു ഇരിക്കട്ടെ, നമ്മൾ അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സമീപനം നമ്മൾ, അതുകൊണ്ടാണ് ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജനങ്ങളാണ്. അപ്പം ജനങ്ങൾക്ക് നമ്മൾ സഹായത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യയോടുള്ള ഒരു താല്പര്യം, ആ താല്പര്യം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഈ രാജ്യം ഒന്നായി നിൽക്കേണ്ട സമയമാണ്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷം നിർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാട് വളരെ അപകടകരവും അപലപനീയവുമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ശശി തരൂർ ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു. അതിൻ്റെ പേരിൽ വലിയ വിവാദം ഉണ്ടാകുന്നു. TMCയിലെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് പാർട്ടി ഇതിൻ്റെ കൂടെ നിൽക്കാത്തത്? കോൺഗ്രസ് ഒരു പ്രത്യേക സ്ഥിതിയിലാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് ഇന്ന് വരെ 1947 തൊട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന, അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രി വന്ന ആ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഗവൺമെൻറ്റിന് പുറത്ത് 15 കൊല്ലക്കാലം തുടർച്ചയായിട്ട് നിൽക്കേണ്ടി വരിക, അധികാരമില്ലാതെ പോകും. അധികാരമില്ലാതെ. മാത്രമല്ല കേന്ദ്രത്തിൽ മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങൾ ഇതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ എന്താ, ഈ നിരാശ എന്നുള്ള വാക്കല്ല, ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കാണ് അതിൻ്റെ ശരിക്കുള്ള ഉപയോഗിക്കാവുന്ന വാക്ക്. അതിന് തത്തുല്യമായിട്ടുള്ള മലയാളം ഇല്ല എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അത് കാരണം കടുത്ത നൈരാശ്യം ബാധിച്ചു. അത് കാരണം പിന്നെയൊന്ന്, അവരൊരിക്കലും ഈ കോൺഗ്രസ്സിൽ അറിയാലോ, ഈ നെഹ്റു കുടുംബത്തിൽ പുറത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കില്ല. അവർ തയ്യാറല്ല. കാരണം അവരെ അങ്ങനെ കുടുംബത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ 142 കോടിയൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ പറ്റുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോഴും കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ്. അപ്പൊ ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ കടുത്ത നൈരാശ്യം, ഈ ഫ്രസ്ട്രേഷൻ ഒരു സമനില തെറ്റുന്ന രീതിയിൽ പെരുമാറാൻ. പക്ഷെ മുരളീധരൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ടേ, മുമ്പ് ഇതുപോലൊരു ഡെലിഗേഷൻ പോയപ്പോൾ അതിന് നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയത്? അതായത് അന്ന് പോയിരുന്നത് UN ഒരു കമ്മിറ്റി ഇല്ല, യുഎൻ്റെ പൊതുസഭയിൽ പോയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചോളം ഈ പൊതുസമൂഹവുമായിട്ട് ഇടപെടാൻ, അതോടൊപ്പം ഈ തിങ്ക് ടാങ്ക്സ് ആയിട്ട് ഇടപെടാൻ, സർക്കാരിൻ്റെ പ്രതിനിധികളുമായിട്ട് ഇടപെടാൻ, ഇങ്ങനെയുള്ളവരുമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള പാർലമെന്ററി സംഘാടനമുണ്ട്. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്. പ്രതിപക്ഷ നേതാവ് പോകണമെങ്കിൽ മന്ത്രിമാരെ അയക്കാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മന്ത്രിമാരും ആ ലെവലുള്ള ആൾക്കാരും പോകുന്നില്ല. എല്ലാവരും പോകുന്നത് MP-മാർ, അല്ലെ മുൻ മന്ത്രിമാർ, അല്ലെ ഡിപ്ലോമാറ്റ്സ്. അതുകൊണ്ടാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ രണ്ടു കൂട്ടരെയും ഉൾപ്പെടുത്തിയിട്ടില്ല.
പക്ഷെ മമതയും കോൺഗ്രസും പറയുന്ന പരാതി, നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ആളെ തരുമായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്യുന്നത്? അതില് ഈ കോൺഗ്രസ് രാഷ്ട്രീയ പരിഗണന വെച്ചിട്ടാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഗവൺമെന്റിന് നോക്കേണ്ടത് രാജ്യത്തിന്റെ താല്പര്യം, രാജ്യത്തിന്റെ സ്റ്റാൻഡ് ഏറ്റവും ഫലപ്രദമായി പറയാൻ പറ്റുന്ന ആൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കറോ മറ്റോ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞു, എന്തുകൊണ്ട് CPM-ൽ നിന്ന് ബ്രിട്ടാസിനെ എടുത്തു. സീനിയർ മോസ്റ്റ് MP-മാർ വരെ ഉണ്ടാവും. അപ്പൊ സീനിയോറിറ്റി അല്ല നോക്കിയത്, ഒന്ന് ഭാഷ, ഇത്തരം ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ശേഷി. ഇപ്പൊ സൽമാൻ ഖുർഷിദ് വേണോ അല്ലെങ്കിൽ സയ്യിദ് നസീർ ഹസൻ വേണോ എന്ന് കോൺഗ്രസ് പറയുന്നത് സയ്യിദ് നസീർ ഹസന്റെ 2 പേരാണ്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ പോകുന്ന ഒരു ഡെലിഗേഷനിൽ എത്ര പേരുണ്ടാവും? 8-9 പേര്. ഈ പറയുന്ന ആളുകൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണ എടുത്തിട്ടാണോ നമ്മുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഇന്ന് വൈകുന്നേരം, ഞാൻ ഇന്നിപ്പോ ഇവിടുന്ന് ഡൽഹി ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോവാണ്. ഇന്ന് വൈകുന്നേരം വിദേശകാര്യ സെക്രട്ടറി ഈ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പോകുന്ന എല്ലാ ഗ്രൂപ്പുകളിലെയും അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് വെച്ചിട്ടുണ്ട്. എന്താണ് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞതിന് ശേഷം ഈ പോകുന്ന ആൾക്കാരെല്ലാവരും, ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും ഒന്നും പോയി പ്രസംഗിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ ഒരു പാർലമെന്റ് സംഘമായിട്ട് സംസാരിക്കണമെന്നിരിക്കട്ടെ, നമ്മൾ പരസ്പരം ഒരു ധാരണയിലെത്തും, ഇന്ന ആൾക്കാർ ഇതിൽ സംസാരിക്കുക, ബാക്കിയുള്ളവരെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ, അല്ല സംസാരിക്കുന്ന ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ മുഴുവൻ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാജ്യത്തിന്റെ നിലപാട് എന്താണ്, ആ നിലപാട് എങ്ങനെ അവതരിപ്പിക്കണം, ഇതെല്ലാം കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്യും. സംസാരിച്ചു, ഏകാഭിപ്രായത്തിലെത്തി. ഏകാഭിപ്രായം. അതാണ് ഇവിടെ ചില സംശയങ്ങൾ വന്ന് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒവൈസി വരുന്നു. ചില ഇഷ്യൂസിൽ നമ്മൾ ഒരാൾ സംസാരിക്കും, അങ്ങനെയല്ല വേറൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ നാണം കിട്ടുമോ? അങ്ങനെ അതായത് ഈ നമ്മളീ പോകുന്ന ആൾക്കാരെല്ലാവരും എൻ്റെ അഭിപ്രായം പറയാനല്ല ഞാൻ പോകുന്നത്, ഞാൻ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്വയം ആലോചിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നതല്ല, രാജ്യത്ത് പൊതുവികാരം പ്രകടിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പൊതുവികാരം ഒബൈസിക്ക് അറിയാലോ എന്താണ് പൊതുവികാരം. അതെ. അപ്പോൾ ഏതായാലും വലിയൊരു ദൗത്യമാണ് രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത്. മുൻ വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന മുരളീധരനും അതിനകത്തുണ്ടാവുന്നത് നമുക്കും സന്തോഷമാണ്. ഏതായാലും ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ചേരണം. അതൊരു നല്ലൊരു കാര്യമായിരിക്കും. അതെ. കാരണം വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ്, അതെ, അത് നമുക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വരണം, തീർച്ചയായിട്ടും കാണാം. ഓക്കെ, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.